ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കാനാണ് പ്രമുഖ നടിയെ വിദ്യാഭ്യാസ വകുപ്പ് സമീപിച്ചത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിന് നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തണം. പ്രമുഖ നടി ഇതിനായി 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു. ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രമുഖ നടിക്കെതിരെ പരസ്യമായി ആഞ്ഞടിച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ളവർ ഉള്ള ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ രോഷപ്രകടനം. നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി അവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രസ്താവനയിൽ നിന്നാണ് മന്ത്രി ഒടുവിൽ പിൻവാങ്ങിയത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. മന്ത്രിയുടെ പ്രസംഗം വാർത്തയായതോടെ നടിയുടെ നിലപാടിനെ വിമർശിച്ചും അനുകൂലിച്ചും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചിലർ, പ്രതിഭകളെ വാർത്തെടുക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രതിഫലം ചോദിച്ചത് തെറ്റെന്ന് മറ്റു ചിലർ. മന്ത്രിയുടെ വിമർശനത്തിന് ആ നടി തന്നെ മറുപടി പറയട്ടെ എന്നാണ് ചിലരുടെ അഭിപ്രായം. സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ആരംഭിച്ചതോടെ പ്രസ്താവന പിൻവലിച്ച് മന്ത്രി വി ശിവൻകുട്ടി വിവാദം അവസാനിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.